ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അർഹമായ വേതനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബദൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ലഭ്യമാക്കണമെന്ന് പാർലമെന്ററി സമിതി. തൊഴിലാളികൾക്കുള്ള ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം ഓപ്ഷണലായി നിലനിർത്തണമെന്നും ശുപാർശ. 2025-26 കാലത്തെ ഗ്രാന്റുകൾക്കായുള്ള ആവശ്യങ്ങൾ സംബന്ധിച്ച് ലോക്സഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സമിതിയുടെ ശുപാർശ. സാങ്കേതിക വിദ്യ നിർബന്ധമാക്കരുത്. ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ മൂലം യഥാർത്ഥ ഗുണഭോക്താക്കൾ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ പാടില്ലെന്നും കോൺഗ്രസ് MP സപ്തഗിരി ശങ്കർ ഉലഗയുടെ നേതൃത്വത്തിലുള്ള സമിതി ചൂണ്ടിക്കാട്ടി. ആധാറും ജോബ് കാർഡ് രേഖകളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ മൂലം പലപ്പോഴായി തൊഴിലാളികൾ തെറ്റായി നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും സമിതി വ്യക്തമാക്കി. 2024 ജനുവരി 1 മുതലാണ് കേന്ദ്ര സർക്കാർ ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം നിർബന്ധമാക്കിയത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലുള്ള അവിദഗ്ധ തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വേതനം കൈമാറാൻ ABPS സൗകര്യമൊരുക്കുന്നു. ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ടുകൾ മാറ്റുകയോ ബന്ധപ്പെട്ട വിവരം പ്രോഗ്രാം ഓഫീസറെ അറിയിച്ചില്ലെങ്കിൽ പോലും ABPS വഴി പണം അക്കൗണ്ടുകളിലെത്തുന്നു. അതിനാൽ ABPS ഓപ്ഷണലായി തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ബദൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ലഭ്യമാക്കാനും സമിതി ഗ്രാമവികസന വകുപ്പിനോട് ആവശ്യപ്പെട്ടു. ആധാർ ഇല്ലാത്ത തൊഴിലാളികൾക്കോ ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ പ്രശ്നം നേരിടുന്നവർക്കോ വേതനം ലഭിക്കാതെ പോകുന്നത് ഇതുമൂലം ഒഴിവാക്കാനാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ UV ഇൻഡെക്സ് അപകട തോതിലെത്തി. 3 ജില്ലകളിൽ ഇത് റെഡ് ലെവൽ കടന്നു. പാലക്കാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിലാണ് UV ഇൻഡെക്സ് റെഡ് ലെവലിലെത്തിയത്. ഈ ജില്ലകളിൽ അൾട്രാവയലറ്റ് സൂചിക 11-ലാണ്. UV ഇൻഡെക്സ് 11-ന് മുകളിലാണ് റെഡ് അലർട്ട്. 8 മുതൽ 10 വരെ ഓറഞ്ച് അലർട്ടും 6 മുതൽ 7 വരെ യെല്ലോ അലർട്ടുമാണ്. വ്യാഴാഴ്ച മുതലുള്ള കണക്കുകൾ പ്രകാരമാണ് സംസ്ഥാനത്ത് 3 UV ഇൻഡെക്സ് റെഡ് അലർട്ടിലെത്തിയത്. കാസർഗോഡ് UV ഇൻഡെക്സ് 5 മാത്രമാണ്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേറ്റാൽ സൂര്യതാപത്തിനും ത്വക്കുരോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പകൽ 10 മുതൽ 3 വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാർ താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ അത്യാധുനിക സർഫസ് ഗൈഡഡ് റേഡിയേഷൻ തെറാപ്പി ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. റേഡിയേഷൻ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണിത്. സാധാരണ കോശങ്ങൾക്ക് കേടുവരുത്താതെ ക്യാൻസർ കോശങ്ങളിൽ മാത്രം കൃത്യമായ റേഡിയേഷൻ നൽകാനും പാർശ്വഫലങ്ങൾ കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നു. റേഡിയേഷൻ ചികിത്സയിൽ ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്നതിനും ശരീരത്തിന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഈ സാങ്കേതികവിദ്യ സഹായിക്കും. 3D ഇമേജിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശരീരത്തിലെ ഉപരിതലം നിരീക്ഷിക്കുന്നതിനാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തത്സമയം കണ്ടെത്താനും ഉടനടി പരിഹരിക്കാനുമാകും. സർക്കാർ മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു റേഡിയേഷൻ തെറാപ്പി ചികിത്സാ സംവിധാനം സജ്ജമാക്കിയതെന്നും മന്ത്രി വ്യക്തമാക്കി. സ്തനാർബുദം, ശ്വാസകോശാർബുദം, മറ്റ് ക്യാൻസർ രോഗങ്ങൾ എന്നിവയിലാണ് സാധാരണ SGRT ചികിത്സ നൽകുന്നത്. കൃത്യമായ സ്ഥലത്ത് റേഡിയേഷൻ നൽകുന്നതിലൂടെ അനാവശ്യമായ റേഡിയേഷൻ ശരീരത്തിൽ പതിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. ശരീരത്തിൽ ടാറ്റു ചെയ്ത് മാർക്കിട്ടാണ് സാധാരണ റേഡിയേഷൻ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രോഗ്രാമിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിഫലം പ്രതിമാസം 50,000 രൂപ. കാർഷിക വിജ്ഞാന വ്യാപനം, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, സോയിൽ സയൻസ്, കാർഷിക സാമ്പത്തിക ശാസ്ത്രം, ഫിഷറീസ് എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ സഹിതം മാർച്ച് 20-നകം അപേക്ഷിക്കണം. 58 വയസ്സിൽ താഴെയുള്ള അപേക്ഷകർക്ക് മുൻഗണന ലഭിക്കും.